വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. വെല്ലുവിളി നിറഞ്ഞ ഈ സമയം രാഷ്ട്രത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒപ്പം ദൈവാശ്രയത്തോടെ ജീവിക്കുവാനും ആഹ്വാനം ചെയ്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ടെക്സാസിലെ ഡാളസിലുള്ള പ്രഥമ ബാപ്റ്റിസ്റ്റ് ദേവാലയമായ മെഗാ ചർച്ച് സംഘടിപ്പിച്ച ഫ്രീഡം സൺഡേയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും മാർഗത്തിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കൺ, മാർട്ടിൻ ലൂതർ കിങ് തുടങ്ങി പ്രമുഖരുടെ വാക്യങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹം നൽകിയ സന്ദേശം. നല്ല ഒരു രാഷ്ട്രം പിറവിയെടുക്കുന്നതിന് അമേരിക്കൻ ജനതയുടെ ദൈവവിശ്വാസം വരും തലമുറയ്ക്ക് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപവാസത്തിലൂടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിപ്പിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുക എന്ന ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ആഴമേറിയ ക്രൈസ്തവ വിശ്വാസത്തിനുടമയാണ് മൈക്ക് പെൻസ്. പൊതുവേദികളിലെങ്ങും തന്റെ പ്രസംഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വാസ മൂല്യങ്ങളെയും കുറിച്ച് നിരന്തരം ഏറ്റുപറയുന്നതിനും പ്രസ്താവിക്കുന്നതിനും യാതൊരുവിധ മടിയും അദ്ദേഹം കാണിക്കാറില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പീഡിത ക്രൈസ്തവർക്ക് വേണ്ടിയും ഗർഭഛിദ്രം, സ്വവർഗ വിവാഹം തുടങ്ങിയ തിന്മകൾക്കെതിരെയും പരസ്യമായി പലതവണ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് മൈക്ക് പെൻസ്.